വെൽക്കം ടു വേൾഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 മാർച്ച് മാസം തൊഴിൽ വീതിയുടെ രണ്ടാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. 2024 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണപ്പാടമേത്? മുംബൈ ഹൈ. 2024 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണപ്പാടമേത്? മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ദിഗ്ബോയ്, ആസാം. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ദിഗ്ബോയ്, ആസാം. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം ആരംഭിച്ചത് എവിടെ? നന്ദിയോട്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം ആരംഭിച്ചതെവിടെ? നന്ദിയോട്, തിരുവനന്തപുരം. പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂൺഗ്രാമം പദ്ധതി. പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കൂൺഗ്രാമം പദ്ധതി. ആദിവാസികളുടെ തനത് ജീവിതവും സംസ്കാരവും പരിചയപ്പെടുത്തുവാനുള്ള പദ്ധതി ഏതാണ്? ഗോത്ര പൈതൃക ഗ്രാമം എന്നൂര്. ആദിവാസികളുടെ തനത് ജീവിതവും സംസ്കാരവും പരിചയപ്പെടുത്താനുള്ള പദ്ധതി ഏതാണ്? ഗോത്ര പൈതൃക ഗ്രാമം എന്നൂര്. 2024-25 വർഷത്തെ 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കളാര്? ബംഗാൾ. 2024-25 വർഷത്തെ 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കളാര്? ബംഗാൾ. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി ഹൈദരാബാദ്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി ഹൈദരാബാദ്. വനിതകളിലെ അർബുദ നിയന്ത്രണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏത്? ആരോഗ്യം ആനന്ദം. വനിതകളിലെ അർബുദ നിയന്ത്രണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏത്? ആരോഗ്യം ആനന്ദം. ലോക അർബുദ ദിനമായി ആചരിക്കുന്ന ദിവസം? ഫെബ്രുവരി 4. ലോക അർബുദ ദിനമായി ആചരിക്കുന്ന ദിവസം? ഫെബ്രുവരി 4. അർബുദ ദിന ക്യാമ്പയിൻ പ്രമേയങ്ങൾ: 2019-21 ഐ ആം ആൻഡ് ഐ വിൽ. 2022-24 ക്ലോസ് ദ കെയർ ക്യാപ്പ്. 2025-27 യുണൈറ്റഡ് ബൈ യൂണിക്. അർബുദ ദിന ക്യാമ്പയിൻ പ്രമേയങ്ങൾ: 2019-21 ഐ ആം ആൻഡ് ഐ വിൽ. 2022-24 ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. 2025-27 യുണൈറ്റഡ് ബൈ യൂണിക്. ലോക ശ്വാസകോശ അർബുദ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 1. ലോക ശ്വാസകോശ അർബുദ ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഓഗസ്റ്റ് 1. 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ഉപമന്യു ചാറ്റർജി. കൃതി ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ഉപമന്യു ചാറ്റർജി. കൃതി ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആരുടെ ആത്മകഥയാണ്? ഫാലി എസ് നാരിമാൻ. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആരുടെ ആത്മകഥയാണ്? ഫാലി എസ് നാരിമാൻ. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദ ഓണറബിൾ സുപ്രീം കോർട്ട്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആരുടെ ആത്മകഥയാണ്? ഫാലി എസ് നാരിമാൻ. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദ ഓണറബിൾ സുപ്രീം കോർട്ട്. ലീഗൽ ക്ലാസിക്കായ മേക്കിംഗ് ഓഫ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ രചിച്ചത് ആരാണ്? HR ഖന്ന. ലീഗൽ ക്ലാസിക്കായ മേക്കിംഗ് ഓഫ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ രചിച്ചതാരാണ്? HR ഖന്ന. കോർട്ടിംഗ് പൊളിറ്റിക്സ് ആരുടെ കൃതിയാണ്? ശ്വേത ബൻസാലി. കോർട്ടിംഗ് പൊളിറ്റിക്സ് ആരുടെ കൃതിയാണ്? ശ്വേത ബൻസാലി. ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്നത് ഏത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിന്റെ ആത്മകഥയാണ്? ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി. ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്നത് ഏത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിന്റെ ആത്മകഥയാണ്? ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി. ഭൂമിയിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും സ്മാർട്ടായ AI എന്ന വിശേഷണത്തോടെ പുറത്തിറങ്ങിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ഗ്രോക്ക് 3. ഭൂമിയിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും സ്മാർട്ടായ AI എന്ന വിശേഷണത്തോടെ പുറത്തിറങ്ങിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ഗ്രോക്ക് 3. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാരാണ്? രേഖ ഗുപ്ത. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാരാണ്? രേഖ ഗുപ്ത. 2024 ആഗോള റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് എന്ന ബഹുമതിക്ക് അർഹയായത് ടൈലർ സ്വിഫ്റ്റ്. 2024 ആഗോള റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് എന്ന ബഹുമതിക്ക് അർഹയായത് ടൈലർ സ്വിഫ്റ്റ്. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.